ജീവിതം സന്തോഷകരമാക്കാൻ 5 ജാപ്പനീസ് ശീലങ്ങൾ. വിജയവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം എങ്ങനെ നയിക്കാം? ആധുനിക മനുഷ്യൻ ഉത്തരം തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണിത്. പണവും പ്രശസ്തിയും ആഡംബരങ്ങളും നേടിയെടുത്തിട്ടും പലരുടെയും ഉള്ളിൽ ഒഴിഞ്ഞുകിടക്കുന്ന ചില ഇടങ്ങളുണ്ട്. എന്തൊക്കെയോ നേടിയിട്ടും എവിടെയോ ഒരു അപൂർണത പോലെ. ഈ തിരക്കുകൾക്കും അസ്വസ്ഥതകൾക്കും ഇടയിൽ മനസ്സിന്റെ സമാധാനവും ജീവിതത്തിന്റെ യഥാർത്ഥ സന്തോഷവും തിരികെ പിടിക്കാൻ നമുക്ക് ജാപ്പനീസ് ജീവിതശൈലിയിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദീർഘായുസ്സുള്ളവരും ഒപ്പം സമാധാനത്തോടെ ജീവിക്കുന്നവരുമായ ഒരു ജനതയാണ് ജപ്പാനിലുള്ളത്. പ്രകൃതി ദുരന്തങ്ങളും യുദ്ധത്തിന്റെ തകർച്ചകളും ഒട്ടനവധി നേരിട്ടിട്ടും അവരെയെല്ലാം പുഞ്ചിരിയോടെ അതിജീവിക്കാൻ പ്രാപ്തരാക്കിയത് നൂറ്റാണ്ടുകളായി അവർ പിന്തുടരുന്ന ചില ജീവിത ദർശനങ്ങളാണ്. ആ തത്വശാസ്ത്രങ്ങൾ കേവലം വലിയ പുസ്തകങ്ങളിൽ എഴുതി വെച്ചവയല്ല, മറിച്ച് അവരുടെ നിത്യജീവിതത്തിലെ ലളിതമായ ശീലങ്ങളാണ്. ഈ പുസ്തകം അത്തരം അത്ഭുതകരമായ ജപ്പാനീസ് ശീലങ്ങളിലേക്കും തത്വങ്ങളിലേക്കുമുള്ള ഒരു വഴികാട്ടിയാണ്. നിങ്ങളുടെ ജീവിക്കാനുള്ള യഥാർത്ഥ ലക്ഷ്യം കണ്ടെത്താൻ സഹായിക്കുന്ന ഇക്കിഗായ്. ജീവിതത്തിലെ കുറവുകളെയും അപൂർണതകളെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന വാബി സാബി. പ്രകൃതിയുടെ മടിത്തട്ടിൽ നിന്നുകൊണ്ട് മാനസിക സമ്മർദ്ദം അകറ്റാനുള്ള ഷിൻറിൻ യോക്കു. ചെറിയ നിരന്തരമായ മാറ്റങ്ങളിലൂടെ വലിയ വിജയങ്ങൾ നേടാനുള്ള വഴി പറഞ്ഞു തരുന്ന കൈസൻ. കടന്നുപോകുന്ന ഓരോ നിമിഷത്തെയും സുവർണ നിമിഷമായി കണ്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഇച്ചിഗോ ഇച്ചി. വലിയ മാറ്റങ്ങളല്ല, മറിച്ച് നമ്മുടെ ചിന്തകളിലും നിത്യജീവിതത്തിലും വരുത്തുന്ന ചെറിയ ശീലങ്ങളാണ് ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുന്നത് എന്ന് ഈ പുസ്തകം നിങ്ങളെ ബോധ്യപ്പെടുത്തും. ഈ പുസ്തകം നിങ്ങളുടെ ജീവിതത്തിലും പുതിയൊരു പ്രകാശം പരത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഏവർക്കും സ്വാഗതം. അധ്യായം 1. ഇക്കിഗായ്. ജീവിതത്തിന്റെ അർത്ഥവും ലക്ഷ്യവും കണ്ടെത്തുക. രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ആന്തരികമായ സന്തോഷം തരുന്ന ആ ഒരു ഘടകമുണ്ട്. അതാണ് നിങ്ങളുടെ ഇക്കിഗായ്. ഓരോ പുലരിയും പുതിയ പ്രതീക്ഷകളുമായാണ് കടന്നു വരുന്നത്. എന്നാൽ നമ്മളിൽ എത്ര പേർ ആ പ്രതീക്ഷകളെ പൂർണ്ണമായ മനസ്സോടെ സ്വീകരിക്കുന്നുണ്ട്? അലാറമടിക്കുമ്പോൾ കടുപ്പമേറിയ ഏതോ ഒരു കടമ തീർക്കാനെന്നോണം മടിയോടെ എഴുന്നേൽക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്? എന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്നീ ചോദ്യങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഉയർന്നിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള മനോഹരമായ ഉത്തരമാണ് ജാപ്പനീസ് സംസ്കാരം ലോകത്തിന് സമ്മാനിച്ച ഇക്കിഗായ് എന്ന തത്വശാസ്ത്രം. തങ്ങളുടെ ജീവിതത്തിന് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ജപ്പാൻകാർ. ആ ലക്ഷ്യബോധമാണ് അവരെ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ളവരും ദീർഘായുസ്സുള്ളവരുമായ ജനതയാക്കി മാറ്റുന്നത്. ഈ അധ്യായത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിലെ ആ ഇക്കിഗായ് അഥവാ ജീവിക്കാനുള്ള യഥാർത്ഥ പ്രേരണയെ കണ്ടെത്താനാണ്. എന്താണ് ഇക്കിഗായ്? ജാപ്പനീസ് ഭാഷയിലെ 2 വാക്കുകൾ ചേർന്നാണ് ഇക്കിഗായ് എന്ന പദം ഉണ്ടായത്. ഇക്കി എന്നാൽ ജീവിതം എന്നും ഗായ് എന്നാൽ മൂല്യം അല്ലെങ്കിൽ ഫലം എന്നുമാണ് അർത്ഥം. ചുരുക്കത്തിൽ ജീവിക്കുന്നതിലെ അർത്ഥം അല്ലെങ്കിൽ ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്ന ഘടകം എന്ന് നമുക്കിതിനെ നിർവചിക്കാം. ഇക്കിഗായ് എന്നത് സമൂഹത്തിൽ വലിയൊരു പദവി നേടുന്നതോ കോടീശ്വരനാകുന്നതോ ആയ വലിയൊരു ആഗോള ലക്ഷ്യം ആകണം എന്നില്ല. അത് വളരെ ലളിതമായ കാര്യങ്ങളാകാം. ഒരു ചിത്രകാരന് തന്റെ ക്യാൻവാസിലെ വർണ്ണങ്ങളാണ് ഇക്കിഗായ് എങ്കിൽ ഒരു അമ്മയ്ക്ക് തന്റെ കുഞ്ഞിന്റെ പുഞ്ചിരിയായിരിക്കാം അത്. പ്രഭാതത്തിൽ ഒരു കപ്പ് ചൂടുചായ കുടിക്കുന്നത്, പൂന്തോട്ടത്തിലെ ചെടികൾക്ക് വെള്ളമൊഴിക്കുന്നത്, സുഹൃത്തുക്കളോട് സംസാരിക്കുന്നത്, ഇങ്ങനെ നിങ്ങളെ ആന്തരികമായി സന്തോഷിപ്പിക്കുന്ന എന്തും നിങ്ങളുടെ ഇക്കിഗായ് ആകാം. നിങ്ങളുടെ മനസ്സിനെ സമാധാനത്തോടെയും ശരീരത്തെ ഊർജ്ജസ്വലതയോടെയും നിലനിർത്തുന്ന ആ രഹസ്യക്കൂട്ട് കണ്ടെത്തുകയാണ് പ്രധാനം. ജപ്പാനിലെ തെക്കൻ ദ്വീപ സമൂഹമായ ഒക്കിനാവ ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞരുടെയും ഗവേഷകരുടെയും ഒരു വലിയ ഗവേഷണ കേന്ദ്രമാണ്. കാരണം മറ്റൊന്നുമല്ല, ലോകത്തിൽ 100-ലധികം വയസ്സുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ ജീവിച്ചിരിക്കുന്നത് ഇവിടെയാണ്. ബ്ലൂ സോൺ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ പ്രദേശത്തെ മനുഷ്യർ കേവലം ജീവിച്ചിരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് പൂർണ്ണ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും സജീവമായി ജീവിക്കുന്നു.
ഗവേഷകർ ഈ ദീർഘായുസിന്റെ രഹസ്യം തേടി ഒക്കിനാവയിൽ എത്തിയപ്പോൾ അവർ അത്ഭുതകരമായ ചില സത്യങ്ങൾ മനസ്സിലാക്കി. അവിടെയുള്ള പ്രായമായ ആളുകൾക്ക് വിശ്രമം എന്നൊരു സങ്കല്പമേ ഇല്ലായിരുന്നു. റിട്ടയർമെന്റ് അവർക്കില്ലായിരുന്നു. അവർ മരണം വരെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അവർക്കിടയിൽ നടത്തിയ സർവേകളിൽ എല്ലാവരും ഒരുപോലെ പറഞ്ഞൊരു കാര്യമുണ്ട്: തങ്ങൾക്ക് രാവിലെ ഉന്മേഷത്തോടെ എഴുന്നേൽക്കാൻ വ്യക്തമായ ഒരു ഇക്കിഗായ് ഉണ്ട് എന്നത്. ജീവിതത്തെ പോസിറ്റീവായി കാണാനും സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനും ഈ ലക്ഷ്യബോധം അവരെ സഹായിക്കുന്നു. ഇക്കിഗായുടെ 4 പ്രധാന തൂണുകൾ. ഒരു വ്യക്തി തന്റെ ജീവിതത്തിലെ ഇക്കിഗായ് കണ്ടെത്തുന്നത് പ്രധാനമായും 4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പരസ്പരം ഒത്തുചേരുന്നിടത്താണ്. ഈ 4 ഘടകങ്ങളെ നമുക്ക് ഇക്കിഗായുടെ തൂണുകൾ എന്ന് വിളിക്കാം. ഒന്നാമത്തേത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യം. വാട്ട് യു ലവ്. ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ഒഴിവു സമയങ്ങളിൽ പൂർണ്ണ സന്തോഷത്തോടെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എഴുത്ത്, വായന, പാചകം, യാത്രകൾ, സംഗീതം, തയ്യൽ, കുട്ടികളോട് സംസാരിക്കൽ എന്നിങ്ങനെ നിങ്ങളുടെ മനസ്സിന് ആനന്ദം തരുന്ന കാര്യങ്ങൾ ഈ പട്ടികയിൽ വരുന്നു. നിങ്ങൾക്ക് മികച്ച രീതിയിൽ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് രണ്ടാമത്തേത്. വാട്ട് യു ആർ ഗുഡ് അറ്റ്. നിങ്ങളുടെ ജന്മസിദ്ധമായ കഴിവുകൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ നിങ്ങൾ പരിശീലനത്തിലൂടെ നേടിയെടുത്ത സവിശേഷതകൾ എന്തൊക്കെയാണ്? മറ്റുള്ളവർ നിങ്ങളെ ഏത് കാര്യത്തിലാണ് പുകഴ്ത്താറുള്ളത്? ചിലർക്ക് കണക്കുകൾ എളുപ്പത്തിൽ കൂട്ടാൻ കഴിഞ്ഞേക്കാം, ചിലർക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിഞ്ഞേക്കാം, മറ്റു ചിലർക്ക് മികച്ച രീതിയിൽ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ കഴിഞ്ഞേക്കാം. ഈ ലോകത്തിന് അല്ലെങ്കിൽ സമൂഹത്തിന് ആവശ്യമുള്ള കാര്യമാണ് മൂന്നാമത്തേത്. വാട്ട് ദ വേൾഡ് നീഡ്സ്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ള മനുഷ്യർക്കോ പ്രകൃതിക്കോ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? സമൂഹത്തിലെ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ നിങ്ങളുടെ കഴിവിന് സാധിക്കുമോ? മറ്റുള്ളവരുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം വരുത്താൻ നിങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങളാണിവ. നിങ്ങൾക്ക് വരുമാനം നേടിത്തരുന്ന കാര്യമാണ് നാലാമത്തേത്. വാട്ട് യു ക്യാൻ ഗെറ്റ് പെയ്ഡ് ഫോർ. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പണം അത്യാവശ്യമാണ്. നിങ്ങളുടെ ഏത് കഴിവിനാണ് അല്ലെങ്കിൽ ഏത് സേവനത്തിനാണ് ആളുകൾ പണം നൽകാൻ തയ്യാറാകുന്നത്? നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ ബിസിനസ് ഈ മേഖലയിലാണ് വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷമില്ലാത്തതിന് കാരണം ഈ 4 ഘടകങ്ങളും തമ്മിലുള്ള സന്തുലിതാവസ്ഥ അഥവാ ബാലൻസ് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ഇവ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. പാഷൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതും നിങ്ങൾക്ക് മികച്ച രീതിയിൽ ചെയ്യാൻ കഴിയുന്നതുമായ കാര്യം. പക്ഷേ ഇതിൽ നിന്ന് വരുമാനമോ സമൂഹത്തിന് ഗുണമോ ഉണ്ടാകണം എന്നില്ല. മിഷൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതും ലോകത്തിന് ആവശ്യമുള്ളതുമായ ഒരു കാര്യം. ഇത് നല്ലൊരു കാര്യമായിരിക്കാം, പക്ഷേ നിങ്ങൾക്കത് വരുമാനം തരണം എന്നില്ല. വൊക്കേഷൻ, ലോകത്തിന് ആവശ്യമുള്ളതും നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നതുമായ കാര്യം. ഇതൊരു നല്ല ജോലിയായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് അതിനോട് താല്പര്യമുണ്ടാകണം എന്നില്ല. പ്രൊഫഷൻ, നിങ്ങൾക്ക് കഴിവുള്ളതും വരുമാനം തരുന്നതുമായ കാര്യം. പലരും ജീവിക്കുന്നത് ഈ മേഖലയിലാണ്, പക്ഷെ അവർക്ക് ഈ ജോലിയിൽ മാനസിക സംതൃപ്തി ഉണ്ടാകാറില്ല. ഈ 4 വൃത്തങ്ങളും പരസ്പരം മുറിച്ചു കടക്കുന്ന ആ മധ്യബിന്ദുവാണ് നിങ്ങളുടെ ഇക്കിഗായ്. അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് കഴിവുള്ള, ലോകത്തിന് ആവശ്യമുള്ള, അതിലൂടെ നിങ്ങൾക്ക് വരുമാനം നൽകുന്ന ആ ഒരു പ്രവൃത്തി. നിങ്ങളുടെ ഇക്കിഗായ് എങ്ങനെ കണ്ടെത്താം? ഇക്കിഗായ് കണ്ടെത്തുക എന്നത് ഒരൊറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല. അതൊരു ആന്തരിക യാത്രയാണ്. ഇതിനായി ശാന്തമായ ഒരിടത്തിരുന്ന് താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനോട് തന്നെ ഉത്തരം തേടുക. സമയം പോകുന്നതറിയാതെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്റെ ജീവിതത്തിൽ ഞാൻ അഭിമാനത്തോടെ ഓർക്കുന്ന വിജയങ്ങൾ ഏതൊക്കെയാണ്? മറ്റുള്ളവർ എന്നോട് ഏത് കാര്യത്തിനാണ് സാധാരണയായി സഹായം ചോദിക്കാറുള്ളത്? ഈ ലോകത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന മാറ്റം എന്താണ്? അതിനായി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഒരു ഡയറിയിൽ കുറിച്ചു വെക്കുക. അവയിലെ പൊതുവായ ഘടകങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കുക. പതുക്കെ പതുക്കെ നിങ്ങളുടെ ഇക്കിഗായ് നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരും. ഒക്കിനാവയിലെ ജനങ്ങൾ തങ്ങളുടെ ഇക്കിഗായ് നിലനിർത്താൻ പാലിക്കുന്ന ചില ലളിതമായ ശീലങ്ങൾ നമുക്കും ജീവിതത്തിൽ പകർത്താം.
എപ്പോഴും സജീവമായിരിക്കുക. ഒരിക്കലും വിരമിക്കരുത്. ജോലിയിൽ നിന്ന് ഔദ്യോഗികമായി വിരമിച്ചാലും മനസ്സിനും ശരീരത്തിനും ഉന്മേഷം തരുന്ന കാര്യങ്ങളിൽ നിരന്തരം ഏർപ്പെടുക. തിരക്കുകൾ ഒഴിവാക്കുക. സ്ലോ ഡൗൺ. ആധുനിക ജീവിതത്തിലെ അനാവശ്യ തിടുക്കങ്ങൾ മാനസിക സമ്മർദ്ദം കൂട്ടും. ഓരോ നിമിഷവും ആസ്വദിച്ച് ജീവിക്കാൻ പഠിക്കുക. നല്ല സൗഹൃദങ്ങൾ വളർത്തുക. സന്തോഷവും സങ്കടവും പങ്കുവയ്ക്കാൻ വിശ്വസ്തരായ സുഹൃത്തുക്കൾ കൂടെയുള്ളത് ആയുസ് കൂട്ടും. ഓരോ ദിവസത്തോടും നന്ദിയുള്ളവരായിരിക്കുക. നമുക്കുള്ള നല്ല കാര്യങ്ങളെ ഓർത്ത് പ്രകൃതിയോടും ഈശ്വരനോടും നന്ദി പറയുന്ന ശീലം മനസ്സിന് വലിയ സമാധാനം നൽകും. വർത്തമാനകാലത്തിൽ ജീവിക്കുക. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള സങ്കടങ്ങളും വരാനിരിക്കുന്നതിനെക്കുറിച്ചുള്ള ഭയവും മാറ്റിവെച്ച് ഇപ്പോൾ എന്ന നിമിഷത്തെ മനോഹരമാക്കുക. നിങ്ങളുടെ പ്രായം എത്രയും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഉള്ളിലും ഒരു ഇക്കിഗായ് ഒളിച്ചിരിപ്പുണ്ട്. അതിനെ തിരിച്ചറിയുക എന്നതാണ് സന്തോഷകരമായ ജീവിതത്തിലേക്കുള്ള ആദ്യ പടി. പണത്തിനും പദവിക്കും അപ്പുറം നിങ്ങളുടെ മനസ്സിന് യഥാർത്ഥ സംതൃപ്തി നൽകുന്ന ആ ലക്ഷ്യത്തെ കണ്ടെത്താൻ ഇന്നു മുതൽ ശ്രമിച്ചു തുടങ്ങുക. വരും അധ്യായങ്ങളിൽ ജാപ്പനീസ് ജീവിത ശൈലിയിലെ മറ്റ് മനോഹരമായ തത്വങ്ങൾ എങ്ങനെ ഈ ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അധ്യായം 2. വാബി സാബി. അപൂർണതകളിലെ സൗന്ദര്യവും ലളിത ജീവിതവും. പ്രകൃതിയിൽ ഒന്നുപോലും തികവുറ്റതല്ല, എങ്കിലും എല്ലാം എത്ര മനോഹരമാണ്. അപൂർണതകളെ പ്രണയിക്കാൻ പഠിക്കുന്നിടത്താണ് യഥാർത്ഥ സമാധാനം ആരംഭിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും പെർഫെക്ഷൻ അഥവാ തികവ് ആഗ്രഹിക്കുന്ന ഒരു ലോകത്താണ്. സോഷ്യൽ മീഡിയയിലെ തിളങ്ങുന്ന ചിത്രങ്ങൾ, കുറ്റമറ്റ ശരീര സൗന്ദര്യം, ആഡംബര വീടുകൾ, പരാജയങ്ങളില്ലാത്ത കരിയർ, ഇങ്ങനെ എല്ലാത്തിലും 100% തികവ് കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് ആധുനിക മനുഷ്യർ. എന്നാൽ ഈ ഓട്ടത്തിനിടയിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് മനസ്സിന്റെ സമാധാനമാണ്. എല്ലാം തികഞ്ഞവരാകാനുള്ള ഈ അനാവശ്യ സമ്മർദ്ദത്തിന് ജാപ്പനീസ് സംസ്കാരം നൽകുന്ന മനോഹരമായ മറുപടിയാണ് വാബി സാബി എന്ന ജീവിത ദർശനം. ജീവിതത്തിലെയും പ്രകൃതിയിലെയും അപൂർണതകളെയും താൽക്കാലികതയെയും ഉള്ളറിഞ്ഞ് അംഗീകരിക്കുകയും അതിലെ ഭംഗി ആസ്വദിക്കുകയും ചെയ്യുക എന്നതാണ് വാബി സാബി നമ്മെ പഠിപ്പിക്കുന്നത്. വാബി സാബി എന്നീ 2 ജാപ്പനീസ് വാക്കുകൾ ചേർന്നാണ് ഈ തത്വശാസ്ത്രം രൂപപ്പെട്ടത്. വാബി എന്നാൽ പ്രകൃതിയോടിണങ്ങി ആഡംബരങ്ങൾ ഒഴിവാക്കി ലളിതമായി ജീവിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഏകാന്തതയും ആത്മീയമായ സംതൃപ്തിയുമാണ്. സാബി എന്നാൽ കാലത്തിന്റെ ഒഴുക്കിൽ വസ്തുക്കൾക്കും മനുഷ്യർക്കും സംഭവിക്കുന്ന മാറ്റങ്ങളെ, അതായത് പ്രായം കൂടുന്നത്, നിറം മങ്ങുന്നത്, തേയ്മാനം സംഭവിക്കുന്നത് തുടങ്ങിയവയെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന മനസ്സാണ്. ചുരുക്കത്തിൽ അപൂർണവും നശ്വരവുമായ കാര്യങ്ങളിലെ സൗന്ദര്യം കണ്ടെത്തലാണ് വാബി സാബി. വാബി സാബി തത്വത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ജപ്പാനിലെ കിൻസുഗി എന്ന കലാരൂപം. വില കൂടിയ കളിമൺ പാത്രങ്ങളോ കപ്പുകളോ പൊട്ടിപ്പോയാൽ നമ്മൾ സാധാരണയായി അവ എടുത്തു കളയാറാണ് പതിവ്. എന്നാൽ ജപ്പാൻകാർ അവ കളയില്ല. പകരം ആ പൊട്ടിയ കഷണങ്ങളെ സ്വർണമോ വെള്ളിയോ ചേർത്ത ഒരു പ്രത്യേകതരം പശ ഉപയോഗിച്ച് ഒട്ടിച്ചു ചേർക്കുന്നു. ഒട്ടിച്ചു കഴിഞ്ഞ പാത്രം നോക്കിയാൽ അതിന്റെ പൊട്ടിയ ഭാഗങ്ങളെല്ലാം സ്വർണ്ണ നൂലുകൾ പോലെ തിളങ്ങി നിൽക്കുന്നത് കാണാം. അതോടെ ആ പാത്രം പഴയതിനേക്കാൾ മൂല്യമുള്ളതും മനോഹരവുമായി മാറുന്നു. നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്. ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പരാജയങ്ങൾ, ഏൽക്കേണ്ടി വരുന്ന മാനസിക സങ്കടങ്ങൾ, തകർച്ചകൾ എന്നിവയെല്ലാം നമ്മുടെ മനസ്സിൽ പോറലുകൾ ഉണ്ടാക്കിയേക്കാം. എന്നാൽ ആ കുറവുകളെ ഓർത്ത് ലജ്ജിക്കുന്നതിന് പകരം അനുഭവങ്ങളുടെ സ്വർണം കൊണ്ട് അവയെ കൂട്ടിച്ചേർക്കുക. നിങ്ങളുടെ ആ മുറിപ്പാടുകളാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതും കൂടുതൽ ശക്തനാക്കുന്നതും. ഈ പ്രപഞ്ചത്തിലെ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ വാബി സാബി പ്രധാനമായും 3 കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒന്നും ശാശ്വതമല്ല. നത്തിങ് ലാസ്റ്റ്സ്. ഈ ലോകത്ത് ഒന്നും എക്കാലവും ഒരേപോലെ നിലനിൽക്കില്ല. സന്തോഷവും സങ്കടവും യൗവനവും പ്രായവും എല്ലാം മാറി മറിഞ്ഞു വരും. മാറ്റങ്ങളെ തടയാൻ ശ്രമിക്കാതെ ഒഴുക്കിനൊപ്പം നീങ്ങുക. ഒന്നും പൂർണ്ണമല്ല. നത്തിങ് ഈസ് ഫിനിഷ്ഡ്. നമ്മൾ എത്ര ശ്രമിച്ചാലും ഒരു കാര്യവും 100% തികവുള്ളതാക്കാൻ കഴിയില്ല.
പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള അമിതവാശി നിങ്ങളെ നിരാശനാക്കുകയേ ഉള്ളൂ. ഒന്നും തികവുറ്റതല്ല. നത്തിങ് ഈസ് പെർഫെക്റ്റ്. കുറവുകൾ പ്രകൃതി സഹജമാണ്. ചന്ദ്രന് കളങ്കമുണ്ട്, റോസാ ചെടിക്ക് മുള്ളുകളുണ്ട്. ആ കുറവുകളെ കൂടി സ്നേഹിക്കുക. നിത്യജീവിതത്തിൽ വാബി സാബി എങ്ങനെ പ്രാവർത്തികമാക്കാം? ഈ ജാപ്പനീസ് ശീലം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ താഴെ പറയുന്ന മാറ്റങ്ങൾ വരുത്താം. ലളിത ജീവിതം നയിക്കുക. ഡീക്ലട്ടർ. നിങ്ങളുടെ വീടും മുറിയും അനാവശ്യ വസ്തുക്കളെ കൊണ്ട് നിറയ്ക്കരുത്. ലളിതമായ അന്തരീക്ഷം മനസ്സിന് കൂടുതൽ ശാന്തത നൽകും. നിങ്ങളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതിരിക്കുക. മറ്റൊരാളുടെ ജീവിതം പെർഫെക്റ്റ് ആണെന്ന് തോന്നുമ്പോൾ ഓർക്കുക, ഓരോരുത്തർക്കും അവരവരുടേതായ കുറവുകളുണ്ട്. നിങ്ങളുടെ പോരായ്മകളെ അംഗീകരിക്കുകയും നിങ്ങളെ തന്നെ സ്നേഹിക്കുകയും ചെയ്യുക. പ്രകൃതിയിലെ മാറ്റങ്ങളെ നിരീക്ഷിക്കുക. ഇല കൊഴിയുന്നതും പൂക്കൾ വിരിയുന്നതും വാടുന്നതും നോക്കി നിൽക്കുക. പ്രകൃതി ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണെന്ന സത്യം അത് നിങ്ങളെ ബോധ്യപ്പെടുത്തും. വസ്തുക്കളുടെ ആയുസ്സിനെ ബഹുമാനിക്കുക. പുതിയ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിന് പകരം ഉള്ള സാധനങ്ങൾ കേടുപാടുകൾ തീർത്ത് ദീർഘകാലം ഉപയോഗിക്കാൻ ശ്രമിക്കുക. അത് വർത്തമാനകാല സംസ്കാരത്തിലെ അമിത ഉപഭോഗത്തോട്, കൺസ്യൂമറിസത്തോട് വിട പറയാൻ സഹായിക്കും. ജീവിതം അതിൻ്റെ എല്ലാ കുറവുകളോടും കൂടി മനോഹരമാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷം നമ്മുടെ ഉള്ളിലെ അനാവശ്യമായ ആകുലതകൾ അവസാനിക്കും. ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്, എങ്കിലും ഞാൻ സന്തുഷ്ടനാണ് എന്ന് പറയാൻ നമ്മെ പ്രാപ്തരാക്കുന്നതാണ് വാബി സാബി. ഈ അപൂർണതകളെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പ്രകൃതിയുമായി നമ്മൾ എങ്ങനെ അടുത്ത് ജീവിക്കണം, അതിനായി ജപ്പാൻകാർ ഉപയോഗിക്കുന്ന വഴി എന്താണ്, ഇവയെല്ലാം നമുക്ക് അടുത്ത അധ്യായമായ ഷിൻറിൻ യോക്കുവിലൂടെ മനസ്സിലാക്കാം. അധ്യായം 3. ഷിൻറിൻ യോക്കു. പ്രകൃതിയുടെ മടിത്തട്ടിലെ രോഗശാന്തിയും വനസ്നാനവും. പ്രകൃതിയിലേക്ക് നടന്നു കയറുമ്പോൾ നമ്മൾ കാടുകളെ മാത്രമല്ല അറിയുന്നത്, മറിച്ച് നമ്മുടെ ഉള്ളിലെ നഷ്ടപ്പെട്ടു പോയ സമാധാനത്തെ തിരികെ പിടിക്കുക കൂടിയാണ് ചെയ്യുന്നത്. നഗരവൽക്കരണത്തിന്റെ തിരക്കുകളിലും കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ ചതുരവടിവുകളിലും കമ്പ്യൂട്ടർ മൊബൈൽ സ്ക്രീനുകളുടെ നീല വെളിച്ചത്തിലും തളർന്നുപോയ ഒരു തലമുറയാണ് നമ്മുടേത്. രാവിലെ എഴുന്നേൽക്കുന്നതു മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ ഡിജിറ്റൽ ലോകത്തിന്റെ സമ്മർദ്ദങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ആധുനിക ജീവിതശൈലി സമ്മാനിക്കുന്ന മാനസിക പിരിമുറുക്കങ്ങൾക്കും ക്ഷീണത്തിനും ജാപ്പനീസ് സംസ്കാരം നിർദ്ദേശിക്കുന്ന തികച്ചും ലളിതവും പ്രകൃതിദത്തവുമായ ഔഷധമാണ് ഷിൻറിൻ യോക്കു. മലയാളത്തിൽ ഇതിനെ വനസ്നാനം, ഫോറസ്റ്റ് ബാത്തിങ് എന്ന് വിളിക്കാം. കാട്ടിലോ പ്രകൃതി രമണീയമായ ഒരിടത്തോ പോയി അവിടത്തെ അന്തരീക്ഷത്തെ നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് തൊട്ടറിഞ്ഞ് അനുഭവിക്കുന്ന രീതിയാണിത്. ഈ അധ്യായത്തിലൂടെ പ്രകൃതി എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും സുഖപ്പെടുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. 1980കളിൽ ജപ്പാനിലെ ഫോറസ്ട്രി ഏജൻസിയാണ് ഈ പദം ആദ്യമായി ഔദ്യോഗികമായി ഉപയോഗിക്കുന്നത്. സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെ ജപ്പാനിലെ ജനങ്ങളിൽ വർദ്ധിച്ചു വന്ന മാനസിക സമ്മർദ്ദവും ഹൃദ്രോഗങ്ങളും കുറയ്ക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഷിൻറിൻ എന്നാൽ വനം അഥവാ കാട് എന്നാണ് അർത്ഥം. യോക്കു എന്നാൽ കുളി അല്ലെങ്കിൽ സ്നാനം എന്നാണ് അർത്ഥം. ഇവിടെ വനസ്നാനം എന്ന് പറയുമ്പോൾ കാട്ടിലെ അരുവിയിൽ കുളിക്കുക എന്നല്ല അർത്ഥം, മറിച്ച് കാട്ടിലെ വായുവും ശബ്ദങ്ങളും പച്ചപ്പും കൊണ്ട് നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും ശുദ്ധീകരിക്കുക എന്നതാണ്. കാടിന്റെ അന്തരീക്ഷത്തിൽ പൂർണ്ണമായി മുഴുകി ജീവിക്കുക എന്നതാണ് ഈ തത്വത്തിന്റെ കാതൽ. ഷിൻറിൻ യോക്കു വെറുമൊരു വിശ്വാസമോ വിനോദമോ മാത്രമല്ല, അതിന് കൃത്യമായ ശാസ്ത്രീയ അടിത്തറയുണ്ട്. മരങ്ങളും ചെടികളും തങ്ങളെ ജീവികളിൽ നിന്നും ബാക്ടീരിയകളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി ഒരു പ്രത്യേക ജൈവ സംയുക്തം പുറപ്പെടുവിക്കുന്നുണ്ട്. ഇതിനെ ഫൈറ്റോൺസൈഡുകൾ എന്ന് വിളിക്കുന്നു. ഫൈറ്റോൺസൈഡ്സ്. നമ്മൾ കാട്ടിലൂടെയോ ധാരാളം മരങ്ങളുള്ള പ്രദേശങ്ങളിലൂടെയോ നടക്കുമ്പോൾ ശ്വസിക്കുന്ന വായുവിൽ ഈ ഫൈറ്റോൺസൈഡുകൾ അടങ്ങിയിരിക്കുന്നു. ഈ വായു ശ്വസിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് ഗണ്യമായി കുറയുന്നു. രക്തസമ്മർദ്ദവും ഹൃദയമിടിപ്പും സാധാരണ നിലയിലാകുന്നു. ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുകയും രോഗങ്ങളെ ചെറുക്കാൻ സഹായിക്കുന്ന നാച്ചുറൽ കില്ലർ കോശങ്ങളുടെ ഉൽപാദനം കൂടുകയും ചെയ്യുന്നു. വിഷാദം, ഉത്കണ്ഠ, ദേഷ്യം എന്നിവ മാറി മനസ്സിന് ആഴത്തിലുള്ള ശാന്തത ലഭിക്കുന്നു.
വനസ്നാനം ചെയ്യാൻ പ്രത്യേക തയ്യാറെടുപ്പുകളോ കഠിന വ്യായാമങ്ങളോ ആവശ്യമില്ല. ഇത് ട്രെക്കിങ്ങോ ജോഗിങ്ങോ അല്ല, വളരെ പതുക്കെ ആസ്വദിച്ചു ചെയ്യേണ്ട ഒരു പ്രക്രിയയാണിത്. കാഴ്ച: മരങ്ങളുടെ പച്ചപ്പും ഇലകളുടെ അലച്ചിലും കാണുക. കേൾവി: പക്ഷികളുടെ കളകൂജനവും കാറ്റിന്റെ മർമ്മരവും കേൾക്കുക. സ്പർശനം: മരത്തിന്റെ തൊലിയിലും പച്ചപ്പുല്ലിലും തൊട്ടറിയുക. ഗന്ധം: നനഞ്ഞ മണ്ണിന്റെയും പൂക്കളുടെയും മണം ശ്വസിക്കുക. രുചി: കാട്ടിലെ ശുദ്ധമായ ഫലങ്ങൾ ആസ്വദിക്കുക. ഫോൺ ഓഫ് ചെയ്യുക. ഡിജിറ്റൽ ഉപകരണങ്ങൾ പൂർണ്ണമായും മാറ്റിവെക്കുക. പ്രകൃതിയുമായുള്ള നിങ്ങളുടെ സമ്പർക്കത്തെ തടസ്സപ്പെടുത്താൻ ഒന്നിനെയും അനുവദിക്കരുത്. ലക്ഷ്യമില്ലാതെ നടക്കുക. എവിടെയെങ്കിലും വേഗത്തിൽ എത്തിച്ചേരണം എന്ന ചിന്ത ഒഴിവാക്കുക. പതുക്കെ നടക്കുക, അല്ലെങ്കിൽ ഒരു മരച്ചുവട്ടിൽ ശാന്തമായി ഇരിക്കുക. 5 ഇന്ദ്രിയങ്ങളെ ഉണർത്തുക. കാറ്റിന്റെ ശബ്ദവും പക്ഷികളുടെ പാട്ടും കേൾക്കുക. ഇലകൾക്കിടയിലൂടെ അരിച്ചെത്തുന്ന സൂര്യപ്രകാശം കാണുക. മരത്തിന്റെ തടിയിലോ നനഞ്ഞ മണ്ണിലോ കൈകൾ തൊടുക. വായു ആഴത്തിൽ ശ്വസിക്കുക. സമയം കണ്ടെത്തുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുറഞ്ഞത് 2 മണിക്കൂർ പ്രകൃതിയോടൊപ്പം ചെലവഴിക്കാൻ ശ്രമിക്കുക. നഗരങ്ങളിൽ ജീവിക്കുന്നവർക്ക് ഇതെങ്ങനെ സാധ്യമാകും? നിങ്ങൾ ജീവിക്കുന്നത് വലിയൊരു നഗരത്തിലാണെങ്കിൽ പെട്ടെന്നൊരു കാട് കണ്ടെത്തുക എന്നത് എളുപ്പമായിരിക്കില്ല. എന്നാൽ നിരാശപ്പെടേണ്ടതില്ല. ഷിൻറിൻ യോക്കുവിന്റെ ഗുണങ്ങൾ നിങ്ങളുടെ പരിമിത സാഹചര്യങ്ങളിലും നേടിയെടുക്കാം. നിങ്ങളുടെ വീടിനടുത്തുള്ള ചെറിയ പാർക്കുകളോ തണലുള്ള വഴികളോ തിരഞ്ഞെടുക്കാം. വീടിന്റെ ടെറസിലോ ബാൽക്കണിയിലോ ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്യുക. ദിവസവും രാവിലെ കുറച്ചു സമയം ആ ചെടികൾക്കിടയിൽ ചെലവഴിക്കുക. മുറിക്കുള്ളിൽ വായു ശുദ്ധീകരിക്കുന്ന ഇൻഡോർ പ്ലാന്റുകൾ വളർത്തുക. ജനലുകൾ തുറന്നിട്ട് പ്രകൃതിദത്തമായ വെളിച്ചവും വായുവും മുറിക്കുള്ളിലേക്ക് കടത്തിവിടുക. പ്രകൃതി നമ്മളിൽ നിന്ന് വേറിട്ടു നിൽക്കുന്ന ഒന്നല്ല. നമ്മൾ പ്രകൃതിയുടെ തന്നെ ഒരു ഭാഗമാണ്. കാട്ടിലേക്കും പച്ചപ്പിലേക്കും മടങ്ങി വരുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ തന്നെ വേരുകളിലേക്കാണ് മടങ്ങിയെത്തുന്നത്. ഷിൻറിൻ യോക്കു നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്നതോടെ മനസ്സ് കൂടുതൽ ശാന്തമാവുകയും ചിന്തകൾക്ക് വ്യക്തത വരികയും ചെയ്യും. പ്രകൃതി നൽകുന്ന ഈ ശാന്തത നിലനിർത്തിക്കൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിലെ ജോലികളിലും ശീലങ്ങളിലും എങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരുത്തി വലിയ വിജയങ്ങൾ നേടാം? അതിനായി ജപ്പാൻകാർ ഉപയോഗിക്കുന്ന കൈസൺ എന്ന തത്വം നമുക്ക് അടുത്ത അധ്യായത്തിൽ പരിചയപ്പെടാം. അധ്യായം 4: കൈസൻ. ചെറിയ മാറ്റങ്ങൾ, വലിയ വിജയങ്ങൾ. 1000 നാഴികയുള്ള ഒരു മഹായാത്രയുടെ തുടക്കം ലളിതമായ ഒരു ആദ്യ ചുവടുവെപ്പിൽ നിന്നാണ്. നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു നല്ല ശീലം തുടങ്ങാനോ അല്ലെങ്കിൽ ഒരു മോശം ശീലം മാറ്റാനോ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ വലിയ തീരുമാനങ്ങളാണ് പലപ്പോഴും എടുക്കാറുള്ളത്. നാളെ മുതൽ ഞാൻ 2 മണിക്കൂർ വ്യായാമം ചെയ്യും, ഇനി മുതൽ ദിവസവും ഒരു പുസ്തകം വായിച്ചു തീർക്കും എന്നൊക്കെ നമ്മൾ സ്വയം പ്രതിജ്ഞ ചെയ്യും. എന്നാൽ 1-2 ദിവസത്തെ ആവേശത്തിന് ശേഷം നമ്മൾ പഴയപടിയാകും. കാരണം നമ്മുടെ മനസ്സ് പെട്ടെന്നുള്ള വലിയ മാറ്റങ്ങളെ ഭയപ്പെടുന്നു. ഈ പ്രതിസന്ധിയെ മറികടന്ന് വളരെ ലളിതമായി ജീവിതത്തെ വിജയത്തിലേക്ക് നയിക്കാൻ ജപ്പാൻകാർ ഉപയോഗിക്കുന്ന അദ്ഭുത വിദ്യയാണ് കൈസൻ. പെട്ടെന്ന് വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിന് പകരം ഓരോ ദിവസവും വളരെ ചെറിയ തുടർച്ചയായ പുരോഗതികൾ വരുത്തുന്ന ഒരു രീതിയാണിത്. ഈ അധ്യായത്തിലൂടെ വലിയ ലക്ഷ്യങ്ങളെ എങ്ങനെ സമ്മർദ്ദമില്ലാതെ കൈസൻ വഴി നേടിയെടുക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. 2 ജപ്പാനീസ് വാക്കുകൾ ചേർന്നാണ് കൈസൻ എന്ന പദം ഉണ്ടായത്. കൈ എന്നാൽ മാറ്റം അഥവാ ചേഞ്ച് എന്നാണ് അർത്ഥം. സെൻ എന്നാൽ നല്ലത് അഥവാ ഗുഡ് എന്നാണ് അർത്ഥം. ചുരുക്കത്തിൽ നല്ലതിനായുള്ള മാറ്റം അല്ലെങ്കിൽ നിരന്തരമായ പുരോഗതി, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് എന്ന് നമുക്കിതിനെ പറയാം. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം തകർന്നടിഞ്ഞ ജപ്പാനിലെ വ്യവസായ മേഖലയെ, പ്രത്യേകിച്ച് ടൊയോട്ട കമ്പനിയെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ചത് കൈസൻ തത്വശാസ്ത്രമാണ്. ഫാക്ടറിയിലെ വലിയ മാറ്റങ്ങൾക്ക് പകരം തൊഴിലാളികൾക്ക് ദിവസവും ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഈ വിജയം നേടിയത്. പിൽക്കാലത്ത് ഇത് വ്യക്തിജീവിതത്തിലും വലിയ മാറ്റങ്ങൾ വരുത്താൻ ഉപയോഗിക്കാമെന്ന് ലോകം തിരിച്ചറിഞ്ഞു. 1% നിയമം, ദ 1% റൂൾ. കൈസൻ തത്വശാസ്ത്രത്തിന്റെ പ്രധാന ലക്ഷ്യം ഇന്ന് ഞാൻ ഇന്നലത്തേക്കാൾ 1% മികച്ചതാകും എന്ന് ചിന്തിക്കുകയാണ്. ഒരു ദിവസം 1% മാറ്റം എന്നത് വളരെ ചെറുതായി തോന്നാം.
എന്നാൽ ഗണിതശാസ്ത്രപരമായി നോക്കിയാൽ ദിവസവും 1% വീതം മെച്ചപ്പെട്ടാൽ ഒരു വർഷം 365 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ നിലവിലുള്ളതിനേക്കാൾ 37 മടങ്ങ് മികച്ചൊരു വ്യക്തിയായി മാറും. വലിയ ലക്ഷ്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ തലച്ചോറിലെ അമിഗ്ദല എന്ന ഭാഗം ഭയവും മടിയും ഉണ്ടാക്കുന്നു. എന്നാൽ മാറ്റങ്ങൾ വളരെ ചെറുതാകുമ്പോൾ തലച്ചോറിന് ഭയം തോന്നുകയില്ല. പകരം അത് ചെയ്യാൻ എളുപ്പമാണെന്ന് മനസ്സിന് തോന്നും. നിങ്ങളുടെ ജീവിതത്തിലെ ഏത് മേഖലയിലും കൈസൻ പ്രയോഗിക്കാൻ സാധിക്കും. ചില ഉദാഹരണങ്ങൾ താഴെ നൽകുന്നു. വ്യായാമം ചെയ്യാൻ മടിയുള്ളവർ ദിവസവും 1 മണിക്കൂർ ജിമ്മിൽ പോകാൻ തീരുമാനിക്കുന്നതിന് പകരം ഞാൻ ദിവസവും വെറും 5 മിനിറ്റ് നടക്കും അല്ലെങ്കിൽ ഒരു പുഷപ്പ് ചെയ്യും എന്ന് തീരുമാനിക്കുക. അത് ചെയ്യാൻ എളുപ്പമായതിനാൽ മടി തോന്നുന്നില്ല. പതുക്കെ സമയം കൂട്ടിക്കൊണ്ടുവരാം. വായനാശീലം വളർത്താൻ വലിയൊരു പുസ്തകം കണ്ട് മടുക്കുന്നതിനു പകരം ദിവസവും വെറും 1 പേജ് മാത്രം വായിക്കുക. സാമ്പത്തിക ഭദ്രതയ്ക്ക് വലിയൊരു തുക സമ്പാദിക്കാൻ നോക്കാതെ ദിവസവും ചെറിയൊരു തുക മാറ്റിവെക്കാൻ ശീലിക്കുക. വീട് വൃത്തിയാക്കാൻ വീട് മുഴുവൻ ഒന്നിച്ച് വൃത്തിയാക്കാൻ നോക്കി സമയം കളയാതെ ദിവസവും 1 മേശയോ അല്ലെങ്കിൽ 1 കബോർഡോ മാത്രം വൃത്തിയാക്കുക. കൈസൻ ശീലമാക്കാനുള്ള 4 ഘട്ടങ്ങൾ. ചെറിയ ചോദ്യങ്ങൾ ചോദിക്കുക. എന്റെ ജീവിതം എനിക്ക് എങ്ങനെ മാറ്റാം എന്ന് ചോദിക്കുന്നതിന് പകരം എന്റെ ജീവിതം മെച്ചപ്പെടുത്താൻ എനിക്ക് ഇന്ന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കാര്യം എന്താണ് എന്ന് ചോദിക്കുക. ചെറിയ കാര്യങ്ങൾ ചിന്തിക്കുക. വലിയ ലക്ഷ്യങ്ങളെ വളരെ ചെറിയ ഭാഗങ്ങളായി മൈക്രോ സ്റ്റെപ്സായി മുറിക്കുക. ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കുക. വലിയ പ്രതിസന്ധികൾ വരുന്നതുവരെ കാത്തു നിൽക്കാതെ നിത്യജീവിതത്തിലെ ചെറിയ പോരായ്മകൾ അപ്പോൾ തന്നെ തിരുത്തുക. ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക. നിങ്ങൾ നിശ്ചയിച്ച ചെറിയ കാര്യം ചെയ്തു കഴിഞ്ഞാൽ സ്വയം അഭിനന്ദിക്കുക. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. മാറ്റങ്ങൾ പെട്ടെന്നുണ്ടാകണം എന്ന നിർബന്ധ ബുദ്ധിയാണ് പലപ്പോഴും നമ്മെ പരാജയപ്പെടുത്തുന്നത്. കൈസൻ നമ്മെ പഠിപ്പിക്കുന്നത് ക്ഷമയോടെയുള്ള ചെറിയ ചുവടുവെപ്പുകളുടെ മൂല്യമാണ്. വലിയ സ്വപ്നങ്ങൾ കാണുക, എന്നാൽ അതിലേക്ക് ചെറിയ ചുവടുകളോടെ യാത്ര ചെയ്യുക. ജീവിതശൈലിയിൽ നിരന്തരമായ ഈ മാറ്റങ്ങൾ വരുത്തുമ്പോൾ തന്നെ കടന്നുപോകുന്ന ഓരോ നിമിഷത്തെയും പൂർണ്ണമായ സന്തോഷത്തോടെ എങ്ങനെ അനുഭവിക്കാം? അതിനായി ജപ്പാൻകാർ പറയുന്ന ഇച്ചിഗോ ഇച്ചി എന്ന അദ്ഭുത തത്വം നമുക്ക് അവസാന അധ്യായത്തിൽ പരിചയപ്പെടാം. അധ്യായം 5. ഇച്ചിഗോ ഇച്ചി. ഈ നിമിഷം സുവർണ നിമിഷം. നമ്മൾ ഇപ്പോൾ ഒരുമിച്ചിരിക്കുന്ന ഈ നിമിഷം ജീവിതത്തിൽ ഇനി ഒരിക്കലും ഇതേപടി മടങ്ങി വരില്ല. അതുകൊണ്ട് ഈ നിമിഷത്തെ പൂർണ്ണമായി പ്രണയിക്കുക. നമ്മുടെ മനസ്സ് എപ്പോഴും പ്രവചനാതീതമായ ഒരു ടൈം മെഷീൻ പോലെയാണ്. ഒന്നുകിൽ അത് കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് സങ്കടപ്പെടാനും കുറ്റബോധം തോന്നാനുമായി ഭൂതകാലത്തിലേക്ക് സഞ്ചരിക്കും. അല്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കും എന്ന ആകുലതകളുമായി ഭാവിയിലേക്ക് ഓടും. ഈ 2 ഓട്ടങ്ങൾക്കിടയിലും നമുക്ക് നഷ്ടപ്പെടുന്നത് ഒന്നേയുള്ളൂ: നമ്മുടെ കയ്യിലുള്ള ഇപ്പോൾ എന്ന വർത്തമാനകാലം. ജീവിതത്തിന്റെ യഥാർത്ഥ സന്തോഷം ഈ നിമിഷത്തിൽ ജീവിക്കുന്നതിലാണെന്ന് ജാപ്പനീസ് സംസ്കാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇച്ചിഗോ ഇച്ചി എന്ന മനോഹരമായ തത്വത്തിലൂടെയാണ്. ഓരോ കൂടിക്കാഴ്ചയും ഓരോ നിമിഷവും ജീവിതത്തിൽ ഒരേയൊരു തവണ മാത്രം സംഭവിക്കുന്ന ഒന്നാണെന്ന തിരിച്ചറിവാണിത്. ഈ അവസാന അധ്യായത്തിലൂടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും സുവർണ നിമിഷമാക്കി മാറ്റാൻ ഇച്ചിഗോ ഇച്ചി എങ്ങനെ സഹായിക്കും എന്ന് നമുക്ക് നോക്കാം. പരമ്പരാഗത ജാപ്പനീസ് ചായ സൽക്കാരങ്ങളിൽ നിന്നാണ് ഈ വാക്കുദ്ഭവിച്ചത്. ഇച്ചിഗോ എന്നാൽ ഒരു ആയുസ് എന്നാണ് അർത്ഥം. ഇച്ചി എന്നാൽ ഒരു കൂടിക്കാഴ്ച എന്നാണ് അർത്ഥം. ലളിതമായി പറഞ്ഞാൽ ഒരു ആയുസ്സിൽ 1 വട്ടം മാത്രം ലഭിക്കുന്ന അവസരം എന്നാണ് ഇതിന്റെ അർത്ഥം. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ സുഹൃത്തുക്കളെയോ കുടുംബാംഗങ്ങളെയോ കാണുന്നു എന്ന് വിചാരിക്കുക. നാളെയും നിങ്ങൾ അവരെ കണ്ടേക്കാം. എന്നാൽ ഇന്നത്തെ ഈ ദിവസത്തെ മാനസികാവസ്ഥയോ ഇവിടുത്തെ അന്തരീക്ഷമോ ഈ പ്രായമോ നാളെ കൃത്യമായി ഇതേപടി ആവർത്തിക്കില്ല. അതുകൊണ്ട് ഈ കൂടിക്കാഴ്ച ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒന്നായി കണ്ട് കൂടെയുള്ളവർക്ക് നിങ്ങളുടെ പൂർണ്ണമായ ശ്രദ്ധയും സ്നേഹവും നൽകുക എന്നതാണ് ഇച്ചിഗോ ഇച്ചി. വർത്തമാനകാലത്തിന്റെ ശക്തി, ദ പവർ ഓഫ് നൗ. നമ്മൾ പലപ്പോഴും ആളുകളോടൊപ്പം ഇരിക്കുമ്പോൾ പോലും മൊബൈൽ ഫോണുകളിൽ മുഴുകിയിരിക്കാറുണ്ട്.
ഒരു വിനോദയാത്ര പോയാൽ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനു പകരം ചിത്രങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാനുള്ള തിടുക്കത്തിലായിരിക്കും. ഇതിനർത്ഥം നമ്മൾ ശരീരം കൊണ്ട് അവിടെ ഉണ്ടെങ്കിലും മനസ്സുകൊണ്ട് മറ്റെവിടെയോ ആണെന്നാണ്. ഇച്ചിഗോ ഇച്ചി നമ്മളോട് ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ 5 ഇന്ദ്രിയങ്ങളെയും ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തിലേക്ക് കേന്ദ്രീകരിക്കാനാണ്. ഒരു കപ്പ് കാപ്പി കുടിക്കുമ്പോൾ അതിൻ്റെ ചൂടും സ്വാദും പൂർണ്ണമായി അറിഞ്ഞ് കുടിക്കുക. ഒരാൾ സംസാരിക്കുമ്പോൾ ഫോൺ മാറ്റിവെച്ച് അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി ആത്മാർത്ഥമായി കേൾക്കുക. മഴ പെയ്യുമ്പോൾ ആ ശബ്ദവും മണ്ണിൽ നിന്നുയരുന്ന മണവും ആസ്വദിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ജീവിതത്തിലെ സാധാരണ നിമിഷങ്ങൾ പോലും അസാധാരണമായ അനുഭവങ്ങളായി മാറും. നിത്യജീവിതത്തിൽ ഇച്ചിഗോ ഇച്ചി പ്രാവർത്തികമാക്കാൻ 4 വഴികളുണ്ട്. ഫോണുകളെ മാറ്റി നിർത്തുക. ഡിജിറ്റൽ ഡിറ്റോക്സ്. പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ മൊബൈൽ നോക്കുന്ന ശീലം പൂർണ്ണമായി ഒഴിവാക്കുക. ആ നിമിഷത്തിന് നൽകുന്ന ബഹുമാനമാണത്. പ്രത്യേക അവസരങ്ങൾക്കായി കാത്തിരിക്കരുത്. വില കൂടിയ പാത്രങ്ങൾ ഉപയോഗിക്കാനും നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും വലിയ ആഘോഷങ്ങൾ വരുന്നതുവരെ കാത്തിരിക്കരുത്. ജീവിക്കുന്ന ഓരോ ദിവസവും ആഘോഷമാണ്. ഇന്ന് തന്നെ എല്ലാം ഉപയോഗിക്കുക. ക്ഷമിക്കാനും മറക്കാനും പഠിക്കുക. മറ്റുള്ളവരോടുള്ള ദേഷ്യവും പകയും മനസ്സിൽ സൂക്ഷിക്കുന്നത് വർത്തമാനകാലത്തെ നശിപ്പിക്കും. ഇച്ചിഗോ ഇച്ചി മനസ്സിലാക്കുന്ന ഒരാൾക്ക് ആരോടും ദീർഘകാലം ദേഷ്യം വെക്കാൻ കഴിയില്ല. കാരണം അടുത്ത നിമിഷം എന്തെന്ന് ആർക്കും അറിയില്ല. ആചാരങ്ങളെ സ്നേഹിക്കുക. ക്രിയേറ്റ് റിച്വൽസ്. രാവിലെ എഴുന്നേറ്റ് ചായ കുടിക്കുന്നത്, വൈകുന്നേരം നടക്കാൻ പോകുന്നത് എന്നിവയെല്ലാം വെറും യാന്ത്രികമായ ശീലങ്ങളാക്കാതെ മനസ്സിന് സന്തോഷം തരുന്ന മനോഹരമായ ആചാരങ്ങളാക്കി മാറ്റുക. സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്കുള്ള ജാപ്പനീസ് ശീലങ്ങളിലൂടെയുള്ള നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഇക്കിഗായിലൂടെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം കണ്ടെത്തി. വാബി സാബിയിലൂടെ നമ്മുടെ കുറവുകളെ സ്നേഹിക്കാൻ പഠിച്ചു. ഷിൻറിൻയോക്കുവിനെ കൂട്ടുപിടിച്ച് പ്രകൃതിയിലൂടെയുള്ള രോഗശാന്തി അനുഭവിച്ചറിഞ്ഞു. കൈസനിലൂടെ ചെറിയ ചുവടുകളാൽ വിജയത്തിലേക്ക് നടന്നു കയറി. ഒടുവിൽ ഇച്ചിഗോ ഇച്ചിയിലൂടെ ഈ കടന്നു പോകുന്ന നിമിഷത്തെ നെഞ്ചോട് ചേർക്കാൻ പഠിച്ചു. ഈ 5 തത്വങ്ങളും വെറും പുസ്തകത്താളുകളിൽ ഒതുങ്ങേണ്ടതല്ല, മറിച്ച് നിങ്ങളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാകേണ്ടതാണ്. ഇന്ന് ഈ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതം കൂടുതൽ മനോഹരമായി മാറട്ടെ എന്നാശംസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.